വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി ഒരു അരമുറി കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, തേങ്ങ ചിരണ്ടിയെടുത്തത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് കാബേജ്, ക്യാരറ്റ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും എല്ലാം കൂടി ഒന്ന് തിരുമ്മി വെക്കാം. അതിന് ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഉഴുന്നും കടുകും ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരണം. അതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്ന മുളക്, കറിവേപ്പില എല്ലാം ഇട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തോരൻ കറിയുടെ ചേരുവകളെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം ഒന്ന് എണ്ണയ്ക്കകത്തേക്ക് നല്ലവണ്ണം എണ്ണയും ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ എരിവും എല്ലാ സ്ഥലത്തും ഒന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് കുറച്ച് സമയം ഇത് മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കണം. ഇതിൻ്റെ വെള്ളം പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. കാബേജ് പച്ചക്കറിക്കകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തോരൻ കറി ഒന്ന് ഉണക്കി പറ്റിച്ചെടുക്കണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ല തോരൻ കറിയാണിത്. അതിനാൽ എല്ലാവരും ഓണത്തിന് ഇതുപോലെയുള്ള തോരൻ കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഏകദേശം തോരൻ കറിയൊക്കെ റെഡിയായി. ഇനി ഫ്ലെയിമെല്ലാം ഓഫാക്കി വെക്കാം. അങ്ങനെ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.